ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ വി ബാബു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആർ വി ബാബു, അയ്യപ്പ സംഗമം കഴിഞ്ഞു. അയ്യപ്പ സംഗമത്തിന് ശേഷം അടുത്തത് വിശ്വാസ സമ്മേളനമാണ്. അടുത്ത മാസം 3 ഇടങ്ങളിൽ വിശ്വാസ സമ്മേളനം നടക്കും. വിശ്വാസം, മൈത്രി, മാനവികത എന്നീ വിഷയങ്ങളിലൂന്നി വലിയ 3 സമ്മേളനങ്ങൾ. ഈ സർക്കാരിന് ഇതെന്തു പറ്റി എന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടോ? പാഷാണം വർക്കി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രത്തെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിലോ മറ്റോ വായിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഈ ഓരോ വീട്ടിലെത്തുമ്പോഴും ഈ വർക്കിയുടെ കയ്യിലുള്ള ഫോട്ടോ അയാൾ തിരിച്ച് ക്രിസ്ത്യാനിയുടെ വീട്ടിലെത്തിയാൽ നേരെ അന്തോണിസ് പുണ്യാളിന്റെ ഫോട്ടോ കാണിക്കും. പിന്നെ മുസ്ലിമിന്റെ വീട്ടിലെത്തിയാൽ പുള്ളി ആ ഫോട്ടോ ഒന്ന് മറയ്ക്കും, എന്നിട്ട് മെക്കയുടെ ഫോട്ടോ കാണിക്കും. ഹിന്ദുവിന്റെ വീട്ടിലെത്തിയാൽ പഴനിയാണ്ടവൻ. ഇങ്ങനെ ഒരു കഥാപാത്രം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ഇതേപോലെയാണ് ഇപ്പൊ പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയനല്ല, ഇപ്പൊ ദൈവസഹായം പിണറായി വിജയനാണ്. അയ്യപ്പ സംഗമം, വിശ്വാസി സംഗമം എന്നുള്ള പേരിൽ കോഴിക്കോട്, അത് ഏത് വിഭാഗത്തെ ഉദ്ദേശിച്ചാണെന്ന് ഇപ്പൊ നമുക്ക് പറയാതെ അറിയാലോ. എറണാകുളത്ത്, തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെ വിശ്വാസ സംഗമം സംഘടിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് അവനവന്റെ ഭരണത്തിൽ യാതൊരു വിശ്വാസവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഭരണനേട്ടം പറഞ്ഞ് വോട്ട് പിടിക്കാൻ സാധിക്കില്ല. ഇനി വിശ്വാസികളെ വർഗീയത ഇളക്കി വിട്ട് വിശ്വാസികളുടെ വോട്ട് നേടാൻ പറ്റുമോ എന്നാണ് ഈ സർക്കാർ നോക്കുന്നത്. അതിന് തക്ക രീതിയിലുള്ള ചില ക്യാപ്സൂളുകൾ ഇളക്കി വിട്ട് വഖഫിനെ പിന്തുണയ്ക്കേണ്ട സമയത്താണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. അതല്ല ഇപ്പുറത്ത് അയ്യപ്പനെ പിന്തുണയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഓരോന്നും തരാതരം വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലേറാൻ 3-ാം ഊഴം എന്ന ഒരു കാഴ്ചപ്പാട് കൂടിയിട്ടാണ് പിണറായി വിജയന്റെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അവരാരും ഇപ്പോ പഴയ പോലെ അടിമക്കമ്മികളായിട്ട് ജീവിക്കുന്ന സമൂഹമല്ല. പക്ഷേ ശ്രീ ആർ വി ബാബു, എൻ്റെ ഒരു സംശയം ഇതാണ് സർക്കാർ പറയുന്നത് ഈ വിശ്വാസം അല്ലെങ്കിൽ മൈത്രി, മാനവികത ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ഒരു നാടിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. 10 വർഷം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരിന് വേണമെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇതൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്, ഇതൊക്കെ വേണമെങ്കിൽ പറയാം, അവർക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ട്. പക്ഷേ സർക്കാരിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ സർക്കാരിന് താങ്കൾ ആരോപിക്കുന്നത് പോലെയുള്ള ദുരുദ്ദേശമാണുള്ളതെങ്കിൽ അത് സാധാരണ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ആ ദുരുദ്ദേശമുണ്ട് എന്ന മെസ്സേജ് സാധാരണ ജനങ്ങളിലേക്ക് മുന്നിൽ എത്തിക്കാൻ നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ കഴിയുന്നുണ്ടോ? ജനങ്ങളുടെ മുമ്പാകെ ഈ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ജനങ്ങളുടെ ഈ സർക്കാരിന്റെ തട്ടിപ്പ്, സർക്കാരിന്റെ കാപട്യം, അത് യഥാസമയത്ത് തുറന്നു കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പ സംഗമത്തിന്റെ കാപട്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടല്ലേ അയ്യപ്പ സംഗമം പൊളിഞ്ഞ് പളിസായി പോയത്. അയ്യപ്പ സംഗമം എന്തുകൊണ്ടാണ് ജനങ്ങൾ അതിനെ അകറ്റി നിർത്തിയത്? ഇപ്പോ അവര് വലിയ തോതിൽ വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു 1350 കോടി രൂപ മാസ്റ്റർ പ്ലാനിന് വേണ്ടി സമാഹരിക്കാൻ നിക്ഷേപകന്മാരെ മുഴുവൻ സംഘടിപ്പിച്ച് അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടത്തി. എന്നിട്ട് എന്തുണ്ടായി? എന്ത് പദ്ധതിയെ കുറിച്ചിട്ടാണ് സർക്കാരിന് വരെ പറയാൻ കഴിഞ്ഞത്? അപ്പൊ എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ആഗോള തട്ടിപ്പ് നടത്തി ജനങ്ങൾ വഞ്ചിക്കാം എന്നൊക്കെ സർക്കാർ വിചാരിക്കുന്നത് പാളിപ്പോവല്ലേ? അപ്പൊ ഞങ്ങളുടെ ആരോപണം കൃത്യമായിട്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ. നമുക്ക് കുറച്ചു പിറകിലേക്ക് പോവാം. അങ്ങനെയെങ്കിൽ ശബരിമലയിലെ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ കഴിഞ്ഞ് വന്നത് ഇടത് സർക്കാർ തന്നെയാണ്. അന്ന് അപ്പോൾ സർക്കാരിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടോ? അല്ലല്ല, അതിന് ഓരോ സാഹചര്യങ്ങളാണ്. ഇപ്പൊ ഓരോ വിഷയവും ആ വിഷയത്തിന്റെ അതിന്റെ പേരിൽ പലതവണ നമുക്ക് ജനങ്ങളെ സമീപിക്കാൻ പറ്റില്ല. ഇപ്പൊ 2019 ശബരിമല കത്തി നിന്ന സമയത്തുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എന്ത് സംഭവിച്ചു? ഇടതുപക്ഷം അങ്ങേയറ്റം കനലൊരു തരിയായിട്ട് മാറി. 2021 ശബരിമല എന്നുള്ള വിഷയം അപ്പോഴേക്കും ജനങ്ങളുടെ മനസ്സിൽ മറ്റു പല വിഷയങ്ങളും കടന്നു വരുന്നു. കോവിഡിനെ തുടർന്നുള്ള പ്രശ്നങ്ങള്, അതിൽ ഒരു സർക്കാരിന്റെ കണ്ടിന്യൂറ്റി ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നുക. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉൾപ്പെടെ പ്രധാനമായി മുന്നോട്ട് വെച്ചത് ശബരിമലയായിരുന്നു എന്ന് അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അത് തന്നെ ഒരുപാട് പറഞ്ഞു നോക്കിയില്ലേ, പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. നോക്കൂ, ശബരിമല പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ശബരിമലയേക്കാൾ ജനങ്ങളെ സ്വാധീനിച്ചത് ഇപ്പൊ കോവിഡുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ആ ഗുരുതരമായ പ്രശ്നങ്ങളിൽ കോവിഡിന്റെ സമയത്ത് ജനങ്ങൾക്ക് ഇപ്പൊ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് ഒക്കെ ജനങ്ങളെ കയ്യിലെടുക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു. അപ്പോ ഈ കോവിഡിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റൊരു പുതിയ സർക്കാർ വരുന്നതിനേക്കാൾ നിലവിലുള്ള സർക്കാർ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ശരിയാവുക എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടായി.
അവിടെയാണ് എൻ്റെ പോയിന്റ് വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാർ ആദ്യം അയ്യപ്പ സംഗമം വെക്കുന്നു, അതിനുശേഷം ഇപ്പോൾ വിശ്വാസ സമ്മേളനം വെക്കുന്നു. ഇപ്പോഴും ഒരു പകരം എന്തെന്ന് ചോദിച്ചാൽ ഈ സർക്കാരിന് പകരം, അല്ലെങ്കിൽ ഈ സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് പകരം എന്ന് പറയാൻ എന്തുണ്ട്? അപ്പൊ സർക്കാരിന് എന്തും ആവാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിവിലേജ്. അല്ല, ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നില്ലേ? ഈ സർക്കാരിന് അനുകൂലമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വിധികൾ? അല്ലല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ 2024? വീണ്ടും കനലൊരു തരിയായിട്ട് അവശേഷിച്ചില്ലേ? അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും പാറ്റേൺ ഒക്കെ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ ഇപ്പൊ നിലവിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നതിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് എന്ന് കാണാം. പിന്നെ UDFന്റെ ദൗർബല്യം അത് ഈ സർക്കാർ മുതലാക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. ആർ.വി. ബാബു, ഒരു വശത്ത് നടക്കുന്നത് വിശ്വാസ സംരക്ഷണ യാത്ര, മറുവശത്ത് നടക്കുന്നത് വിശ്വാസ സമ്മേളനം. ഇതിനിടയിൽ ഈ സാധാരണപ്പെട്ട വിശ്വാസികൾ ഇതൊക്കെ കണ്ട് ഒരുപക്ഷെ അവർ ഇതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ ഇത്രയധികം പരിശ്രമിക്കുകയാണെന്ന് കരുതിപ്പോയ അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഏറ്റവും സാധാരണക്കാരനായ ഒരു വിശ്വാസി. അതെ, ഈ കാണിക്കുന്നതൊക്കെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ കേരളീയർക്ക് കഴിയുന്നില്ല എന്ന് കേരളീയരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണോ? മലയാളികളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണോ? അങ്ങനെ ചെയ്യുന്നത് തെറ്റാവും. ആ റീഡിംഗ് ഒക്കെ തെറ്റി. ഇപ്പൊ നോക്കൂ, എത്ര കടുത്ത പ്രതിഷേധമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിൽ ഈ രണ്ടു മുന്നണികളും ചേർന്നുകൊണ്ട് ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്നപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത്. എന്താ കാരണം? അവരുടെ സ്പേസ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം കവർന്നെടുക്കൂ എന്നുള്ള ഭയം അവർക്കുണ്ട്. പക്ഷെ എന്നിട്ടും 2024 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഒന്നാം സ്ഥാനത്തും 10-21 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും കേരളത്തിൽ 20% വോട്ടും നേടിക്കൊണ്ട് അത് മുന്നേറിയില്ലേ? അപ്പോ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരു പറ്റിയ സമയത്ത്, അനുകൂലമായ ഒരു സമയം അവർ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ജനങ്ങൾ ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്ത് നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഇനിയിപ്പോ ഈ നെഗറ്റിവിറ്റി ഒക്കെ മാറ്റിവെച്ച് ഒരു പക്ഷേ യഥാർത്ഥത്തിൽ ഈ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ ഒരു നിലപാട് എടുക്കുകയാണെങ്കിലോ? പുലിക്ക് വെജിറ്റേറിയൻ ആവാൻ പറ്റില്ല, പുലിയുടെ പുള്ളി മാച്ചു കളയാനും പറ്റില്ല. പുലി വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ നമുക്ക് അതങ്ങനെ വിശ്വസിക്കുന്നവര് അവര് ചതിയിൽപ്പെടും, അവര് കബളിപ്പിക്കപ്പെടും, അവർ അപകടത്തിൽപ്പെടും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെത് തികഞ്ഞ കാപട്യമാണ് എന്ന് ജനങ്ങൾ അനുഭവങ്ങൾ കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ അബദ്ധം അവർക്ക് ഇനി സംഭവിക്കുമെന്ന് വിചാരിക്കാൻ മാത്രം നമ്മൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വിശ്വാസം, മൈത്രി, മാനവികത എന്നൊക്കെ പറയുമ്പോൾ ഈ ഇന്നത്തെ യങ് ജനറേഷനെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുന്ന ചില വാക്കുകളാണ് ഈ മൈത്രിയും മാനവികതയും ഒക്കെ. അങ്ങേക്കും എനിക്കും സംശയമില്ല അക്കാര്യത്തിൽ, അല്ലേ? അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ 3 ഭാഗങ്ങളിൽ ഇങ്ങനെ സന്യാസി വര്യന്മാരെയും മതമേലധ്യക്ഷന്മാരെയും ആരെയും വിട്ടുപോകുന്നില്ലെന്ന് അങ്ങ് ഓർക്കണം. ഇത് വളരെ കൃത്യമായി ലക്ഷ്യങ്ങളോടെ തന്നെയാണ് നടത്തുന്നതെങ്കിലും ആ ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ സർക്കാരിന് ഗുണം ചെയ്യില്ലെന്ന് നമുക്ക് എങ്ങനെ മുൻകൂട്ടി പറയാൻ കഴിയുമെന്നാണ് എൻ്റെ സംശയം. വിശ്വാസം, മാനവികത എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ കൊള്ളാവുന്ന നല്ല മുദ്രാവാക്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊന്നും അല്ല ജനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് നമുക്ക് നാളിതുവരെ മനസ്സിലായിട്ടില്ലേ? അതൊന്നും അല്ല ജനങ്ങളെ സ്വാധീനിക്കുന്നത്. ഇപ്പൊ പാലസ്തീൻ വിഷയം, അതിന്റെ പേരിലുള്ള മാനവികത, ഗാസ, ഇതൊന്നും പറഞ്ഞിട്ടൊന്നും വോട്ട് നേടാമെന്നൊന്നും വിചാരിക്കണ്ട. ഇപ്പോ തന്നെ നമ്മൾ നോക്കൂ, ഹിജാബ് വിഷയം ഉണ്ടായി. ഹിജാബ് വിഷയത്തിൽ ഈ സർക്കാരും വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാടിനെ സംബന്ധിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ അവർക്കെതിരായിട്ടുള്ള വികാരമില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഹിജാബ് വിഷയത്തിൽ ഈ സർക്കാർ ഏകപക്ഷീയമായി ഒരു സമുദായത്തിനോടൊപ്പം നിന്നു എന്നും ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി ഇവിടുത്തെ മത തീവ്രവാദികൾക്കൊപ്പമായിരുന്നു എന്നുമുള്ള വിശ്വാസം ഇന്ന് ക്രൈസ്തവരുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ട്. ഇതെല്ലാം ഈ സർക്കാരിന് അനുകൂലമായിട്ട് വരും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ സർക്കാർ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണ്. അവര് ഒരു ഭാഗത്ത് മുസ്ലിം മത തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു, മറുഭാഗത്ത് ക്രൈസ്തവരെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നു, അതിനപ്പുറത്തേക്ക് ഹിന്ദുക്കളെ കൂട്ടാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്? ഒരാളും അവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് എല്ലാവരെയും വാരി പിടിക്കാൻ തോന്നുന്നത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ക്രൈസ്തവരെ പ്രീണിപ്പിക്കുമ്പോൾ അത് മുസ്ലിം മതവർഗീയതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് മുസ്ലിം വർഗീയതയെ പ്രീണിപ്പിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഈ സർക്കാർ എല്ലാം കൊണ്ടും ഒരു ആശയക്കുഴപ്പത്തിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഈ സർക്കാർ അവസാനത്തെ വഴി എന്നുള്ള നിലയ്ക്ക് ഈ വിശ്വാസി സംഗമങ്ങൾ സംഘടിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്.
അത് ആ ചതിയിലൊന്നും ജനങ്ങൾ വീഴും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ഇന്ന് വളരെ വിദ്യാഭ്യാസവും കാര്യപ്രാപ്തിയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള സ്ത്രീകളോ അടക്കമുള്ള ആളുകൾ, വീട്ടമ്മമാരടക്കം, രാഷ്ട്രീയത്തിൽ പൊതുവെ താല്പര്യമില്ലെന്ന് വിചാരിക്കുന്ന വീട്ടമ്മമാര് പോലും ആ കാര്യത്തിൽ അവർ തിരിച്ചറിവുണ്ട്. അവർക്ക് വ്യക്തമായിട്ട് ഈ സർക്കാരിന്റെ കാപട്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, പ്രതിപക്ഷത്തിന്റെ കാപട്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ഈ രണ്ടു കൂട്ടരും നടത്തുന്ന ചക്കളത്തി പോരാട്ടത്തെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ അവർ കാണുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ക്രിയാത്മകമായ ദേശീയ ശക്തിക്ക് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരണത്തിന്. 3 കേന്ദ്രങ്ങളിൽ വിശ്വാസം, മൈത്രി, മാനവികത എന്നീ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസ സമ്മേളനം സംഘടിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഈ വിശ്വാസ സമ്മേളനം വരുന്നത്. വർഗീയ രാഷ്ട്രീയത്തെയും ഒപ്പം മതരാഷ്ട്രവാദത്തെയും പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം എന്നാണ് സർക്കാർ പറയുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.